മീറ്റർ അവിടെയാണ്, നോക്കട്ടെ, അവിടെ നോക്കോട്ടെ. ഇവിടെ ഒന്നും ആരെയും കാണുന്നില്ല. വെല്ലടിച്ചു നോക്കാന്ന്. ഇത് തന്നെ കേട്ടോ സാറേ. അതിനാണോ? ആ ആരെയും കാണുന്നില്ല. ആളെ നോക്കണ്ട സാറേ, ആള് കട്ട് ചെയ്യാ. ഇപ്പൊ എല്ലാം തീർക്കേണ്ടത് തന്നെ. ഇതിപ്പോ ഓരോരുത്തർ നമ്മ ആളെല്ലാം നോക്കിട്ട് എന്തായാലും ഇനി 10-16 ഉണ്ട് സാറേ. അകത്ത് ആളിനത് കൊണ്ടാ ജനലോർന്ന്. പക്ഷെ വന്ന് വെല്ലടിച്ചു നോക്കി. അമ്മനെ കറണ്ട് ബില്ല് അടച്ചിട്ടില്ല, കറണ്ട് ഡിസ്കണക്ട് ചെയ്യാൻ വേണ്ടി വന്നാണ്. വാപ്പാനെ വിളിക്ക്. വാപ്പില്ലേ? അങ്ങനെ വാപ്പ കിടക്കണം പറഞ്ഞാൽ ശരിയാവണം. എത്ര പ്രാവശ്യം ഞങ്ങൾ വെല്ലടിച്ചോളാം. ഈ പെരുമഴയത്ത് ഞങ്ങൾ ദൂരം വീടുകൾ കയറാമെന്ന് അറിയാമോ? ഞാൻ വിളിച്ച മോൻ വാപ്പാന, ഞാൻ വിളിക്കും വാപ്പാന. സാറേ എന്താണ്? ബില്ലടിച്ചിട്ടില്ല, ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ്. സാറേ അത് കട്ട് ചെയ്യാൻ പറ്റും, വേറൊരു വിഷയമുണ്ട്. എന്താണ് ഏട്ടാ വിഷയം? സാർ അവര് അങ്ങനെ ചെയ്യുന്ന ടീമല്ല, വളരെ മാന്യമായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാമിലിയാണ്. പുള്ളിക്കൊരു 6 മാസം മുമ്പ് ഒരു ആക്സിഡന്റ് പറ്റി. ചേട്ടാ കഥയായിട്ട് കാണുന്ന സമയമൊന്നുമില്ല, ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുണ്ട്. ചേട്ടനെ ആരാണെന്ന് വിളിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഫീസ് വിളിക്കൊണ്ട് തന്നെ പോകും. ചുറ്റുപാടത്തിന് മോശമാണ്, നമ്മളെ കുറച്ചൊരു സഹായത്തോടുകൂടി പിന്നെ അങ്ങനെയൊക്കെയാണ് ഇപ്പൊ കഴിഞ്ഞു പോണത്. എന്താ പറ്റിയാണ് പുള്ളി ഇപ്പൊ എഴുന്നേറ്റ് നടക്കാൻ പറ്റാവുന്ന ഒരു സിറ്റുവേഷനിലല്ല. സാറേ നമുക്ക് നേരിട്ടൊന്നും ആളെ കണ്ടിട്ട് എന്താന്ന് വെച്ചാൽ നമുക്കൊന്ന് തീരുമാനിക്കാം. സമയമുണ്ട് സാറേ, നമ്മള് എല്ലാരും മനുഷ്യന്മാരല്ലേ. ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു 2 മിനിറ്റിന്റെ കേസിൽ ഒന്ന് വാടോ, ഒന്ന് പോയി എന്താ വെച്ചാൽ നോക്കിട്ട് പോറോ. KCB-ന്നാണ് നമ്മ കറണ്ട് ബില്ല് അടച്ചിട്ടുണ്ടായില്ല അല്ലേ? ഒരു ന്യൂസ് വരാൻ വേണ്ടി വന്നു. എനിക്കറിയാലോ മോനെ ഇവിടുത്തെ അവസ്ഥ. അവള് എല്ലാ വീട്ടിലും ജോലിക്ക് പോയി കിട്ടുന്നത് മരുന്നിന് തന്നെ തയ്യാറില്ല മോനെ. 2 പിള്ളേർ പഠിപ്പിക്കാൻ തന്നെ കാരെ കൊണ്ടൊരു നിർത്തിയില്ല മോനെ. സാറേ കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കുറച്ച് അവകാശം കൊടുക്കാൻ അവരെങ്ങനെയെങ്കിലും റോൾ ചെയ്ത് സെറ്റാണ്. സാർ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? സാറൊന്നും പുറത്തേക്ക് ഇത്രയും വലിയ വീടും ചുറ്റുപാടുകളൊക്കെ ഉള്ള ആൾക്കാരാണ്. ഇവരുടെ ബന്ധുക്കളൊക്കെ ഹെൽപ്പ് ചെയ്യൂലോ? അയാളായിട്ടൊന്ന് സംസാരിച്ചിട്ട് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് എന്താ ചെയ്യാം. ചേട്ടാ ഇവരുടെ ബന്ധുക്കളൊക്കെ സാറേ, ബന്ധുക്കൾ എന്ന് പറയാനായിട്ട് ഒരുപാട് ബന്ധുബലമുള്ള ഒരു ഫാമിലിയാണ് ഇവരാ. പുള്ളി ഗൾഫിലായ സമയത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു കൊടുത്തില്ല. ഒരു പണി കിട്ടിയൊന്ന് കിടപ്പിലായപ്പോ ഒരാളുമില്ല തിരിഞ്ഞു നോക്കാനായിട്ട്. പിന്നെ ആത്മാഭിമാനമല്ല ഏറ്റവും വലുത്. അറിഞ്ഞു കൊടുക്കണതും ചോദിച്ചു വാങ്ങണതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇതൊക്കെയാണ് ഇവിടുത്തെ അവസ്ഥ. മാനുഷിക പരിഗണന വെച്ചിട്ട് എന്തെങ്കിലും ഒരു വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. ചേട്ടാ, ഞങ്ങൾ തൊഴിലാളികളല്ലേ, പിന്നെ ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. എന്തായാലും ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആയിട്ടൊന്ന് ആലോചിക്കട്ടെ. നമ്മളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നമുക്ക് ചെയ്യാം ചേട്ടാ. ശരി ശരി. മക്കളെ കുറച്ച് വീട്ടു സാധനങ്ങളാണ് വെച്ചോ. 10 ബില്ല് അടച്ചിട്ടുണ്ട് കേട്ടാ. ഓക്കെ. ഇവർ യാത്രയാവുകയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും തളരാതെ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് സേവനനിരതരായി മനുഷ്യത്വമുള്ള മനസ്സുമായി ഇവരുടെ യാത്ര തുടരുകയാണ്. നമ്മളെ ഒരു സുഹൃത്തിനുണ്ടായ ഒരു അനുഭവമാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോ അത് നിങ്ങളിലേക്ക് കൂടി എത്തിക്കണമെന്ന് തോന്നി. അതാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു കാരണം. വീട്ടിൽ സുഖമായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു 5 മിനിറ്റ് കറണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് KCB-യിലേക്ക് വിളിച്ച് പറയാത്ത ചീത്തകളില്ല. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വെയിലെന്നോ മഴയെന്നോ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ അവർ സേവന രംഗത്ത് കർമ്മനിരതരായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മനുഷ്യത്വമുള്ള ഉദ്യോഗസ്ഥർ ഈ ഡിപ്പാർട്ട്മെന്റിൽ മാത്രമല്ല എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ഉണ്ടാകണം. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ എല്ലാവരോടും അല്പം സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടിയും പെരുമാറുക. എല്ലാവർക്കും ശുഭദിനം.